പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിൽ ശുശ്രൂഷയുടെ ചുവടുകൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഭയങ്കര എതിർപ്പിന്റെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാണ് അപ്പോസ്തലന്മാർ കടന്നു പോകാൻ ഇടവരുമ്പോൾ അനേകം പുരോഹിതന്മാരും സാദുക്യ വംശത്തിലുള്ളവരും സകല അധികാരികളും ഇവരെ എതിർക്കുമ്പോഴും അപ്പോസ്തലന്മാർ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥനയോടുകൂടെ മുന്നേറുന്നു നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ആദ്യം ഒരു ആത്മപകർച്ച പകർന്നു, വീണ്ടും അടുത്തൊരു ആത്മപകർച്ചയിലേക്ക് കടന്നു പോകുന്നതായി അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 31-ാമത്തെ വചനഭാഗത്ത് കാണുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് ദൈവവചനം ഘോഷണം നടത്തുവാൻ കർത്താവ് ഇടയാക്കി. വചനം പറയുമ്പോൾ ചലനമുണ്ടാക്കുന്ന വിധത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരാൻ ഇടവരുന്നു. പിശാച് ബാധയുള്ള ഒരു ഭവനത്തിൽ കടന്നു പോകാൻ ഇടവന്നപ്പോ അവിടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ബാധകൾ ഒഴിഞ്ഞുപോയി അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് കാണാൻ ഇടവന്നു. കാരണം ഈ വചനം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. അവരുടെ ജീവിതത്തെ കുലുക്കി, അവരുടെ ഭവനത്തെ കുലുക്കി. അവരുടെ ഭവനത്തിലുള്ളവർക്ക് ചലനങ്ങൾ അനുഭവിക്കുവാൻ ഇടവന്നു. ഹൃദയത്തിൽ വലിയ മാറ്റം വന്നു, ജീവിതത്തിൽ വലിയ മാറ്റം വന്നു, പ്രാർത്ഥനയുടെ തലത്തിൽ വലിയ മാറ്റം വരുത്തി. ആത്മീയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി അവരെ നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ഉണർവ് വെളിപ്പെട്ടത് ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനും പ്രസംഗിക്കുവാനും കടന്നുപോകാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു തലം നമ്മുടെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ അതിശക്തമായി ദൈവപ്രവൃത്തിയുടെ മഹത്വം നമ്മൾ കണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇടവരും. ഇവിടെയാണ് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവർക്ക് പ്രത്യേകത ഇങ്ങനെയാണ് കണ്ടത്: ഏക മനസ്സാണ്, ഏക ഹൃദയമാണ്. അവർ ഏക മനസ്സോടെ അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് രണ്ട് ചിന്തകൾ ഉണ്ടാകരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിന് മേലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും, പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപാടെ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടല്ലോ. ആ സ്ത്രീ ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ ആ സ്ത്രീ പറയുകയാണ്, ഞാനാ തൊട്ടത്. യേശു പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പോയിട്ടുണ്ട്. കണ്ടോ, ശക്തി പുറപ്പെടുന്ന ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. തൊട്ടാൽ അവനിൽ നിന്ന് ശക്തിയുണ്ട്. വിളിച്ചാൽ, ബർത്തിമേയ വിളിച്ചതുപോലെ വിളിച്ചാൽ ആ വിളിയിൽ അവന്റെ അന്ധതയും അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കും. ഇവിടെയാ ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ മധ്യേ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. അപ്പോസ്തലന്മാർ അങ്ങനെയാ കണ്ടത്. അവരേറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ കർത്താവ് ഇടയാക്കി. അവിടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത് കൊണ്ടാണ് ഈ പ്രവൃത്തി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇന്ന് യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളെ നയിക്കുന്നത്. യേശു കർത്താവ് ആത്മാവിലൂടെ നമ്മളെ നയിക്കുവാൻ ഇടയാകുന്നത് നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്റെ നാമത്തിൽ ധൈര്യത്തോടെ എന്റെ വചനം പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്.
ഇത് അപ്പസ്തോലന്മാർ പറഞ്ഞ പാടെ അവിടെ വലിയ ദൈവപ്രവൃത്തിയും ദൈവസാന്നിധ്യവും വെളിപ്പെട്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ക്രിയ ചെയ്യാൻ കർത്താവ് ഇടയാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കുന്നു. കർത്താവ് ഇപ്പോൾ മാറ്റുകയാണ്. മക്കളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ട് വിഷമിക്കരുത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ അസ്വസ്ഥരാകരുത്. കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അവരുടെ മേലേക്കുള്ള ദൈവപ്രവൃത്തിയെ പകരുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അഭിഷേകത്തോടു കൂടിയുള്ള ആത്മീയ ജീവിതം നയിക്കുവാൻ ഇടയായെങ്കിൽ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും. യേശുവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തിയും കൃപയും വെളിപ്പെടട്ടെ. യേശു മഹത്വപ്പെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.